കോൺഗ്രസ് അടി കൂടിയോ അടി കൂടുന്നുണ്ടോ എന്നൊന്നുമല്ല ജനങ്ങൾ നോക്കുക. ജനങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ മനസ്സിൽ. ഈ ഭരണവിരുദ്ധ വികാരം, ഈ ഇരട്ടച്ചങ്കനെ എന്ന് പറയുന്ന ഒരു ചങ്കുമില്ലാത്ത ഈ പിണറായി എന്ന് പറയുന്ന അധികാര ഭ്രാന്ത് മൂത്ത ഈ ഈ ഈ മനുഷ്യനെ എന്ന് ഇയാളുടെ മുഖത്തൊക്കെ പറയാൻ പറ്റുമോ? ആശാവർക്കർമാർ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പട്ടിണി ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാര് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പട്ടിണി ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 232 രൂപ എന്ന് പറയുന്ന ഞങ്ങളുടെ ദിവസക്കൂലി ഒന്ന് കൂട്ടിത്തരൂ എന്ന് പറയുമ്പോഴാണ് മരുമകന് ഇവിടെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ, അതായത് 4 റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ. 4 റീൽസ് എന്ന് പറഞ്ഞാൽ 4 ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ റിയാസ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എത്ര എടുത്തു അറിയോ? 40 ലക്ഷം രൂപ. ഇത് ചെറിയ കണക്കുകൾ ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞാൽ കട്ട് മുടിക്കുകയാണ് പിണറായി സർക്കാർ. ഈ ജനങ്ങൾ കാത്തിരിക്കുന്ന എന്താണെന്നറിയോ? ഒരു ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ. ഈ മനുഷ്യനെ ഈ ക്ലിഫ് ഹൗസ് കയറിയിട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ കയറിയിട്ട് കസാര ഒന്നടക്കത്ത് പുറത്തേക്ക് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ജനാധിപത്യ ഭരണകൂടമാണ്, ജനാധിപത്യ സംവിധാനങ്ങളാണുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു